വേനൽ കടുത്തതോടെ ഇടുക്കി മലയോരത്ത് കാട്ടുതീ പടരുന്നത് നിത്യസംഭവമാകുന്നു. ഹൈറേഞ്ചിന്റെ വിവിധയിടങ്ങളിലായി ഏക്കർ കണക്കിന് കൃഷിയിടമാണ് കാട്ടുതീയിൽ കത്തിയമരുന്നത്. അയ്യപ്പൻകോവിൽ മേരികുളം ഇടപ്പൂക്കളത്ത് കൃഷിയിടങ്ങൾക്ക് തീപിടിച്ചു. 5ഓളം കർഷകരുടെ കൃഷി പൂർണ്ണമായും കത്തിനശിച്ചു. വേനൽ ആരംഭത്തിൽ തന്നെ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കാട്ടുതീ പടർന്ന ഏക്കർ കണക്കിന് കൃഷിയാണ് കത്തിനശിച്ചത്. അയ്യപ്പൻകോവിൽ മേരികുളം ഇടപ്പൂക്കളത്ത് കൃഷിയിടങ്ങളിൽ തീ പടർന്നു കയറി വ്യാപക കൃഷിനാശമുണ്ടായി. പുക ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും കൃഷിയിടങ്ങളിൽ തീ പടർന്നിരുന്നു. കർഷകർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വലിയ വാഹനം കയറി ചെല്ലാൻ സാധിക്കാത്ത ഇടമായതിനാൽ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പിടിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കട്ടപ്പന മിഷീൻ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും നാട്ടുകാരുടെ സഹായത്തോടു കൂടി വാർഡ് മെമ്പറിൻ്റെയും പ്രസിഡന്റിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തീ അണയ്ക്കാനായിട്ട് സാധിച്ചു. 5ഓളം പേരുടെ കൃഷിയിടങ്ങളിലാണ് തീ പടർന്നത്. ഇവിടെയുള്ള നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തക്ക സമയത്ത് തന്നെ തീ അണയ്ക്കുന്നതിന് സാധിച്ചു. അതുപോലെ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിന്റെ സേവനവും ആ സമയത്ത് തന്നെ ലഭിക്കുകയുണ്ടായി. സിനി ജോൺ കുമ്പളത്തുപറമ്പിൽ, കുഞ്ഞന്നമ്മ കുമ്പളത്തുപറമ്പിൽ, ബിനു തേക്കടിയിൽ, രാധാ ജോസ് കിഴക്കേപ്പറമ്പിൽ, സുമതി ശിവദാസ് പൂതക്കുഴിയിൽ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് അഗ്നിക്കിരയായത്. കാപ്പി, കുരുമുളക്, വാഴ തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. ഉൾഗ്രാമങ്ങളിലും മലമുകളിലും കാട്ടുതീ പടരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഫയർഫോഴ്സ് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി.